ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ട്രാവൽ വ്ളോഗായിട്ടാട്ടോ. ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് മാങ്കുളത്ത് പോയായിരുന്നു ഗൈസ്. ഞാൻ സെക്കൻഡ് ടൈമാണ് മാങ്കുളം പോകുന്നത് കേട്ടോ. കുഞ്ഞുമണി ജനിക്കുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ മാങ്കുളത്ത് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത റിസോർട്ടിൻ്റെ താഴെയുള്ള വ്യൂ ആണ് ഞാനീ കാണിക്കുന്നത്. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചൂട് സമയത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമായിരുന്നു ഞങ്ങൾ പോയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മളെക്കാൾ കൂടുതൽ ആദ്യം വെള്ളത്തിൽ ചാടിയത് നമ്മുടെ അമ്മമാരാണ് കേട്ടോ. അവർ ഫസ്റ്റ് തന്നെ ചെന്ന പാടെ അവർ എല്ലാവരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത് വേറൊരു വൈബാണ്. ഞങ്ങളെല്ലാവരും അടിപൊളി ജോളിയാണ് ഞങ്ങളെല്ലാവരും. അതായത് അങ്കിൾമാരും പിള്ളേരായിട്ടാണെങ്കിലും എല്ലാവരും അങ്ങനെ ഒരു ഏജ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. എല്ലാവരും ഫ്രീ ആണ്, എല്ലാവരും നല്ല വൈബുള്ള ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കവിടെ ഞങ്ങളുടെ ലഞ്ച് റെഡിയായിരുന്നേ. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് ചോറ്, മീൻ കറി, അച്ചാർ, ചമ്മന്തി, ക്യാബേജ് തോരൻ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള ഒരു അടിപൊളി ഊണ്. ഞങ്ങൾക്ക് നല്ല ചൂട് ചോറും നല്ല അടിപൊളി ഒരു ഊണായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നത്. അപ്പോൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അടുത്ത പരിപാടി വേറെ ഒന്നുമല്ല, നമ്മൾ ഹൈ റേഞ്ച് പോകുമ്പോൾ അടുത്ത പരിപാടി എന്തായിരിക്കും? ട്രിപ്പിൻ്റെ ഒരു മൂഡ് വരാനായിട്ട് ട്രക്കിംഗ്. അപ്പോൾ അതിനുള്ള ജീപ്പ് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 ജീപ്പിലായിട്ടാട്ടോ ഞങ്ങളെല്ലാവരും കൂടി പോയത്. ഓരോ സ്പോട്ടും നമ്മൾ ഇറക്കി നമുക്ക് അത്യാവശ്യം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യായിരുന്നു കേട്ടോ. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങളങ്ങനെ ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്തു. വെള്ളം ഒത്തിരി ഒന്നും ഉണ്ടായില്ല. ഞാൻ ഫസ്റ്റ് ടൈം പോയത്രയും വെള്ളമൊന്നും ഉണ്ടായില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് കളിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ട്രക്കിങ് മുന്നോട്ട് പോവാണ്. ആദ്യം ഞങ്ങൾ വളരെ തുള്ളിച്ചാടിയാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ റോഡൊക്കെ കണ്ടിട്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല റോഡായിരുന്നു. പിന്നെയാണ് ഗൈസ് നമ്മുടെ കഥ മാറുന്നത്. ഈ ഒച്ചപ്പാട് വേറെ ഒന്നല്ല ഗൈസ്, ഞങ്ങളൊന്ന് ഓഫ് റോഡിലോട്ട് കയറിയായിരുന്നു ഗൈസ്. എല്ലാവരുടെയും കിളിയൊക്കെ പറന്നു. കാരണം അത്യാവശ്യം നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമണിക്കാണെങ്കിൽ കയറിയപ്പോൾ മുതൽ ഓഫ് റോഡ് കയറിയപ്പോൾ മുതൽ ആൾക്ക് ഇറങ്ങണം, വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും അത്യാവശ്യം ഒന്ന് പേടിച്ചു ഗൈസ്. അങ്ങനെ പേടിച്ച് ഈ ദുർഘട പാതയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു ഗൈസ് ഒരു ഭീകരമായ ഒരു മരം. അതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കായിരുന്നു. റോഡെന്ന് പറയാൻ പറ്റില്ല, കാട് ബ്ലോക്കായി പോയി ഗൈസ്. മാർഷലേട്ടനൊക്കെ ചാടിത്തുള്ളി പോവാണ്. പക്ഷേ കയ്യിൽ ഒരു വാക്കത്തി പോലും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും മരത്തിൻ്റെ മുകളിൽ നിന്ന് തുള്ളി കളിക്കായിരുന്നു ഗൈസ്. അങ്ങനെ വാക്കത്തിയുള്ള ചേട്ടൻ വന്നപ്പോഴത്തേക്കും മരമെല്ലാം വെട്ടി തുടങ്ങി. വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ എടുത്ത് മാറ്റുന്നത്. ആ ചേട്ടൻ വാക്കത്തി വേറെ ആർക്കും കൊടുക്കില്ല ഗൈസ്. പുള്ളിക്കാരൻ തന്നെ വാക്കത്തി എടുത്ത് വെട്ടുന്നു, നമ്മളെല്ലാം മരം എടുത്ത് മാറ്റുന്നു. നമ്മളല്ല, ചേട്ടന്മാരും മാർഷലേട്ടനും ബാക്കി എല്ലാവരും കൂടി മരങ്ങളെടുത്ത് മാറ്റുന്നു. ശരിക്കും ട്രക്കിങ്ങിൻ്റെ ശരിക്കൊരു വൈബ് വന്നത് ഈ ഒരു മരം വീണ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. നല്ല മഴ, നല്ല ഇടിവെട്ട്, നല്ല കാറ്റ്, അടിപൊളി. ഫസ്റ്റ് ജീപ്പ് ഞങ്ങളുടെ ആയിരുന്നുകൊണ്ട് വേറെ ഒന്നും നോക്കില്ല, നമ്മുടെ ചേട്ടന്മാരാണ് ആദ്യം ചാടി ഇറങ്ങിയത്. അതിനുശേഷം ബാക്കിൽ വന്ന ഓരോ ജീപ്പുകാരും അതിൽ നിന്നും ആൾക്കാരും ഡ്രൈവർമാരും എല്ലാവരും കൂടി ഇറങ്ങി. അങ്ങനെ എല്ലാ മരവും വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് 1.5 മരമായിരുന്നു കേട്ടോ. ഒത്തിരി നേരം എടുത്തു അത് വെട്ടാനായിട്ട്. എല്ലാവരും നോക്കായിരുന്നു ഇത്രയും വലിയ മരം ഇത് എവിടെ നിന്നാണ് വന്നതെന്ന്. വേറെ എവിടെ നിന്നല്ല ഗൈസ്, അവിടെ നിന്നാണ് വന്നത്. ഈ വരുന്നത് ജാതിയല്ല ഗൈസ്, മരം വെട്ടിക്കഴിഞ്ഞാൽ എല്ലാ ജീപ്പിലെയും ആൾക്കാരാണ് ഗൈസ്. ആ പോയത് ഞങ്ങളുടെ അങ്കിളാണ് കേട്ടോ. വേറെ ആരില്ല, ഞങ്ങളുടെ സ്വന്തം ഗസ്റ്റിനകൾ. ഡാഡിയുടെ പെങ്ങളുടെ ഹസ്ബൻഡാണേ. ആൾ നല്ല അടിപൊളി വൈബായിരുന്നു. പിന്നെ ഞങ്ങളുടെ ദുർഘടമായ പാതയിലൂടെയുള്ള യാത്ര തുടങ്ങി. മഴ, കാറ്റ്, ഇടിവെട്ട്, ട്രക്കിംഗ്. ആഹാ അന്തസ്. ആ കടന്നു വരുന്നതിനെ പാലമൊന്നും വിളിക്കാൻ പറ്റില്ല ഗൈസ്. പാലത്തിൻ്റെ ഒരു രൂപം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളൊരു ഉദ്ദേശം വെച്ചങ്ങ് വെച്ച് പിടിക്കുകയാണേ. ബാക്കിൽ വണ്ടി വരുമ്പോഴാണ് ഗൈസ് ഈ വഴി കൂടിയാണല്ലോ ദൈവമേ ഞങ്ങളും എത്തിപ്പെട്ടിപ്പോൾ മുകളിൽ കയറി നിൽക്കുന്നതെന്നുള്ള ചിന്ത ഞങ്ങൾക്ക് തന്നെ വന്നത്. അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ ദാ കിടക്കുന്നു അടുത്ത മരം. നമ്മുടെ വണ്ടി അവിടെയും ചവിട്ടി ഗൈസ്. വണ്ടിയിലുള്ള ചേട്ടന്മാർക്ക് പിന്നെ ഇതൊരു പുത്തരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാർഷലേട്ടനും ബാക്കി എല്ലാവരും ചാടി ഇറങ്ങി ഗൈസ് മരം വെട്ടാനായിട്ട്. ഈ മഴയ്ക്കും മരം വീഴലിനൊന്നും തോപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അങ്കിളാണെങ്കിൽ ബാക്കിൽ വരുന്ന വണ്ടിയെ പിടിച്ചു നിർത്താൻ നോക്കുകയാണ് ഗൈസ്. ഇത് ഞങ്ങളുടെ അല്ല കേട്ടോ, വേറെ ട്രിപ്പ് വന്ന ആൾക്കാരുടെ വണ്ടിയാണ്. അവരോട് മരം വീണ കാര്യം പറയുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രക്കിങ്ങിൻ്റെ ഒരു വൈബ് വന്നത് ഈ മരം വീണ് കഴിഞ്ഞപ്പോഴാണ് ഗൈസ്. എല്ലാവരും പേടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് മരം വെട്ടാൻ ഇറങ്ങുന്നത് വേറൊരു വൈബായിരുന്നു ഗൈസ്. നേരത്തെ വീണത്രയും വലിയ മരം അല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു എക്സ്പീരിയൻസ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് മരം വെട്ടിക്കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വണ്ടിയിലോട്ട് കയറുന്ന സീനാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ വീണ്ടും എല്ലാവരും തിരിച്ച് വണ്ടിയിലോട്ട് കയറി നേരെ നമ്മൾ പോയത് ആനക്കുളത്തേക്കാണ്. ആനക്കുളത്ത് ചെന്നപ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ആന വന്നിട്ടുണ്ടായില്ല ഗൈസ്. കാരണം ഞങ്ങളെത്തിയപ്പോൾ ഒരു 5 o'clock ആയതുകൊണ്ട് ആന വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആന വരുമ്പോഴത്തേക്കും വിളിക്കാമെന്ന് നമ്മുടെ റിസോർട്ടിൽ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് നേരെ നമ്മൾ പോയത് റിസോർട്ടിലോട്ടാണ്.
ചെന്നപാടെ എല്ലാവരും ചാടി പൂളിലോട്ട് ഇറങ്ങി. പൂള് കാണുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, നമ്മളും പിള്ളേരാകും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പൂളിലോട്ട് ഇറങ്ങി. പൂളിലിറങ്ങി അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഡിന്നർ റെഡിയായിരുന്നു. ചപ്പാത്തി പൊറോട്ട വിത്ത് ചിക്കൻ കറി അതും കഴിച്ച് ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ അവിടെ നിന്നൊരു കോള്, ആന വന്നിട്ടുണ്ട്, കാണാൻ വരുന്നുണ്ടോയെന്ന്. ഒന്നും നോക്കിയില്ല ഗൈസ്, ഡിന്നർ കഴിഞ്ഞോടും കൂടി ഞങ്ങൾ വെച്ച് പിടിച്ചു. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ